ഇന്നത്തെ ടൂറിലുള്ള കമ്പാരിയൻ. എന്താണ് നിന്റെ പേര്? ഹായ് ഗൈസ്, വഴിന്ന് കിട്ടിയതാണ്. അപ്പൊ എന്തായാലും കേട്ടിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിൽ സൈഡിൽ കൂടെ അവള് ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കാണ് ഗൈസ്. പാട്ട് പാടും, ഡാൻസ് കളിക്കും, കുറച്ച് വ്ളോഗൊക്കെ ഇടും. ചെയ്യും. അതും ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് അഭിനയിക്കാം. അതുകൊണ്ട് അറിയാലോ. ഞങ്ങള് ഫാമിലി ആയിട്ടുള്ള ട്രിപ്പിലാണ് കാസർഗോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഇത് ജ്യോതിസിലുള്ള അങ്ങനെയാണ് അവള് പറയുന്നത്. അപ്പൊ അവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും മസാല ദോശ ആക്ച്വലി ഞങ്ങള് നെയ് റോസ്റ്റാണ് പറഞ്ഞത്. പിന്നെ ആളുകളുടെ അധികം കാരണം തെറ്റിപ്പോയി. നമ്മൾ 5 നെയ് റോസ്റ്റ്, ഒരു മസാല ദോശ, ഒരാള് 5 മസാല ദോശ നെയ് റോസ്റ്റ്. പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമില്ല, അത് തട്ടി കയറ്റി. എന്താ ഇവിടെ ഭയങ്കര ഇങ്ങനെ നിൽക്കണു? അത് നീ തടി വെച്ചിട്ട അതല്ല, ലൈറ്റ് ഇങ്ങനെ എന്താ എക്സ്പോഷർ കൂടി കിടക്കണതാണ്. അത് പറ്റിട്ട് ഇതാണ് ഇന്നത്തെ എന്റെ ഉറങ്ങാനുള്ള തൂവാല. വളരെയധികം മെമ്മറീസ് ഒക്കെ ഉള്ള ഒരു തൂവാല. ഇതിൽ കാണുമ്പോഴുള്ള അത്ര തടിയൊന്നും ഞാൻ ശരിക്കില്ല കേട്ടോ. ക്യാമറയില് എത്ര കിലോ കൂടുന്ന? 10 കിലോ കൂടുന്നു. 10 കിലോ അതവള് തള്ളിയത് അത്രയൊന്നും. അത് അച്ചാച്ചന്റെ റൈബൻ ഗ്ലാസ്. ഈ ട്രിപ്പിനെ പറ്റി എന്താണ് അച്ചാച്ചന് പറയാനുള്ളത്? അപ്പം ഗോവിന്ദൻ പറയുകയാണെങ്കിലേ, പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു ട്രിപ്പായിരുന്നു. കാരണം കാലത്ത് വണ്ടി കയറി ഒരു ഉറക്കമുറങ്ങി, കണ്ണൂർ നോക്കിയപ്പോൾ എവിടെത്തി നമ്മൾ മേട്ടുപാളയം. ആ പൊള്ളാച്ചി റൂട്ട്, അത് ഒരു പുളി, റോഡിൻ്റെ 2 സൈഡിലുള്ള പുളി പച്ചപ്പ്, ആ റോഡിൻ്റെ 2 സൈഡ്, അത് നല്ലൊരു വ്യൂ ആയിരുന്നു. സന്തോഷം. ബാക്കി പിന്നീട് പറയുന്നതായിരിക്കും, അപ്ഡേറ്റ് ചെയ്യും, മിനി വരും. ഓക്കെ ഗൈസ്. നല്ല ഭംഗിയുള്ള റൂട്ടാണ് ഗൈസ്, സോ ബ്യൂട്ടിഫുൾ. ഫുൾ ഇങ്ങനെ കാനോപ്പി പോലെ മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഓബിയസ്ലി റോഡ് ട്രിപ്പ് ഒക്കെ പോകുമ്പോ എന്ത് വരും? വിശപ്പ് വരും. അപ്പൊ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലെ ഒരു ന്യൂ സ്നാക്ക് ആണ് ഗൈസ്. നോക്കൂ, ക്രിസ്പി റൈപ്പ് ജാക്ക് ഫ്രൂട്ട്. ചക്കയുടെ കാഴ്ചക്ക് വാഴ്ചൊന്നാവാത്തോ. ഇത് കുറച്ച് പ്രീമിയം ഐറ്റം ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിത് ഫസ്റ്റ് പൊളിച്ചു. കറക്റ്റ് നമ്മൾ ചക്കയുടെ, ഓ മൈ ഗോഡ്, ഇത് ചക്ക അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് ഗൈസ്. നോക്കൂ, ശരിക്കും ഒരു ചക്കയുടെ ഇതിന് നമുക്ക് കിട്ടുന്നു. നല്ല മണമുണ്ട്, ചക്കയുടെ മണം. അല്ല ഓയിലൊന്നുമില്ല. നമുക്ക് ഫസ്റ്റ് ബൈറ്റ് കഴിച്ചു നോക്കാം. ആക്ച്വലി കൊള്ളാം. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഓൺലൈൻ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ഞങ്ങൾ ചെയ്യുന്ന ആഡാണ്. അവര് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നോട്ട് സ്പോൺസർഡ് അല്ല, പക്ഷെ അടിപൊളിയാട്ടോ. നമുക്ക് വഴിയിൽ നിന്ന് കുറച്ച് ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കരിക്ക് സൂപ്പറായിരുന്നു. ടെൻഡർ കോക്കനട്ട്. യെസ്. അപ്പൊ ഞങ്ങൾ ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത ബാക്കി നമുക്ക് ട്രാൻസിഷൻ ചെയ്തല്ലോ. ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോ ഇങ്ങനെ ഇടുക. അപ്പൊ നമുക്ക് ട്രാൻസിഷൻ ചെയ്യാം. ഓക്കെ, സെറ്റ്. ഞങ്ങളുടെ ഒഫീഷ്യൽ ഡ്രൈവർ രഞ്ജുബായ്. ഓൺ ദ വീൽസ് വി ഹാവ് @രഞ്ജുബായ്. കുറച്ചുകൂടി ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാ എത്ര ഡ്രൈവ് ചെയ്താലും ഞങ്ങൾക്ക് ഉറക്കം വരില്ല, ക്ഷീണം വരില്ല. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. അൽഫോൺസ് മാങ്ങ നമ്മള് വഴിയില് നമ്മൾ പോകുമ്പോ അൽഫോൺസ് മാങ്ങ കണ്ടു. ഒരക്ഷയില്ല ഗൈസ്, നല്ല മാങ്ങ. അച്ഛൻ വാങ്ങാൻ നിക്കുന്നുണ്ട്. അമ്മ എങ്ങനെയുണ്ട്? സൂപ്പർ. നോർമലി ഞാൻ ഭയങ്കര കുറഞ്ഞ ചില മാങ്ങകൾ കഴിക്കും. ഇത് പക്ഷെ സൂപ്പറായിട്ട് അടിപൊളി. ഷോപ്പ് കാണിച്ചോ? ഏകമാന ചേട്ടൻ കൊറേ നമുക്ക് അണ്ണൻ. ഇതാണ് നമ്മുടെ കട, അൻപാന അണ്ണൻ.
നമ്മുടെ ഡാഡി നമ്മളെല്ലാത്തിനും 1 കിലോ വീട് എടുത്തിട്ടുണ്ട്. 1 2 3 4 ഉടുമൽപേട്ട് മറയൂർ റൂട്ടിൻ്റെ ആ ഫോറസ്റ്റ് റൂട്ടാണ്. ആക്ച്വലി നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും എറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ടും ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ പ്ലാസ്റ്റിക് കുപ്പിയും ഉണ്ട്. പിന്നെ ഈവൻ ചില്ലുകുപ്പി വരെ കിടക്കുന്നുണ്ട്. എന്താ ചെയ്യുക? സത്യത്തിൽ നമ്മൾ ഓരോരുത്തരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഗവൺമെൻറ്റിന് പറയാമെന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം ഗവൺമെൻറ്റിൻ്റെ മാത്രം കുറ്റം പറയാതെ നമ്മളെപ്പോലുള്ള ഓരോ പൗരനും ഇത് ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ നമ്മുടെ കാടിനെയും മലേനെയൊക്കെ നമുക്കും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന അവരെ കൂടി വെയിറ്റ് ചെയ്ത് കുറേ നേരം നിൽക്കുന്നു. ആക്ച്വലി ഫാസ്റ്റാഗ് ആയിരുന്നു ഇങ്ങോട്ട് കിടക്കുമ്പോൾ. പക്ഷേ അവരുടെ ഫാസ്റ്റാഗ് വർക്ക് ആയില്ല എന്ന് തോന്നുന്നു. മാത്രമല്ല ഇവിടെ ആർക്കും റേഞ്ച് ഇല്ല. അപ്പോൾ അവരുടെ ഗൂഗിൾ പേയും വർക്ക് ആയിട്ടുണ്ടാവില്ല എന്നൊരു അസംഷൻസിലാണ്. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സംഭവം ഗൂഗിൾ പേയും ബാങ്കിൽ പൈസ ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ എന്തായാലും കുറച്ച് ലിക്വിഡ് മണി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെ പെട്ടുപോകും. ഇതെവിടെ നമ്മള് എക്കോ ഷോപ്പ് ആലംപെട്ടി. അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമോ? ചാച്ചുനടി കാന്തല്ലൂർ പോകുമ്പോൾ മറയൂർ റൂട്ടിലാണ് ഈ തൂവാനം വാട്ടർഫോൾസ് വരുന്നത്. അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ്. അങ്ങോട്ടേക്ക് ട്രക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഈ വ്യൂ ഒന്ന് നോക്കൂ ഗൈസ്. സോ ബ്യൂട്ടിഫുൾ. ആഹാ, ചാലഞ്ച് എടുത്താലോ? 1 മണിക്കൂറുകൊണ്ട് വട്ടവട നടക്കാനുള്ള ചാലഞ്ച്. നമ്മൾ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി കാന്തല്ലൂരിലെത്തിയിരിക്കുകയാണ്. കാന്തല്ലൂരിലുള്ള മഡ് ഹൗസ് ആണ് ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേ. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഡ് ഹൗസ്. ഇങ്ങനെ കുറേ മഡ് ഹൗസ്. ഇത് ന്യൂലി ബിൽഡ് ആയിട്ടുള്ള മഡ് ഹൗസ് ആണ്. ഇവിടെ ഒരു 5 to 8 മഡ് ഹൗസസ് ഉണ്ട് വിത്ത് പൂളോട് കൂടിയിട്ട്. പിന്നെ ഇൻസൈഡ് വ്യൂ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വാഷ്റൂം എല്ലാം ഒരു പ്രീമിയം കാറ്റഗറി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ റൂമിന് അകത്ത് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയോടെയും വാർഡ്രോബോട് കൂടി അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയും അത്യാവശ്യം സ്പേസ് ഉണ്ട്. അവിടെ ഒരു അഡീഷണൽ ബെഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ. ഗൈസ്, ഈ വ്യൂ ഒന്ന് നോക്കൂ. അമ്മയുടെ തലയ്ക്കും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെയൊക്കെ ആ ഒരു ബ്യൂട്ടി എന്നുള്ളത് നമുക്കിങ്ങനെ വീഡിയോസിലൊന്നും കാണുമ്പോൾ ഫീൽ ചെയ്യില്ല, കാണിക്കാൻ പറ്റില്ല. കറക്റ്റ് നമ്മളിവിടെ വന്നിട്ട് കാണുമ്പോഴാണ് നമുക്കത് അതിൻ്റെ ആ ഒരു ഭംഗി പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നത്. സോ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നും. സോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ ഇവിടെ വരാം. ഇത് ഫുഡ് ഫോറസ്റ്റ് എന്നാൽ ഫുഡ് ഫോറസ്റ്റ് സോറി ഗൂഗിളിൽ ഫുഡ് ഫോറസ്റ്റ് ആണ് എന്നാൽ കട്ട് ചെയ്തിട്ടൊന്നും ഒഴുകി ഒഴുകി വരുന്നേ. അതെ, ഒഴുകി ഒഴുകി വരട്ടെ. ഇതിങ്ങനെ ഒരു 25 ഏക്കേഴ്സിൽ പരന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇത് കൂടുതലായിട്ട് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ വെച്ചിട്ടാണ് ഇവിടുത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഫുഡ് ഫോറസ്റ്റ്. ഇവിടെ അതാണ് കൂടുതൽ. ഇവിടെ കുറെ സ്ട്രോബെറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ക്യൂട്ട് ലിറ്റിൽ ആ സാധനത്തിന് എന്താ പറയാ, അതെനിക്ക് അറിയത്തില്ല. നീ തന്നെ. അവിടെ ഒരു മല കാണുന്നുണ്ടോ നിങ്ങൾ? ഒരു പാറ പോലെ. അതിൻ്റെ അകത്ത് അവിടെ ഒരു അമ്പലമുണ്ടെന്നാണ് കേട്ടുകേൾവി. ഇതേ നോക്കൂ. കേട്ടുകേൾവിയല്ല, ശരിക്കും ടെമ്പിൾ. കറുപ്പസ്വാമി. ഓ, നിങ്ങൾ കറുപ്പ് സിനിമ കണ്ടു? ഓം ബേബിനോട് ചോദിക്കാം. ഓം ബേബി എന്തേലൊക്കെ പറയൂ. ഓം ബേബി വായിൽ വലിയൊരു ഡയറി മിൽക്ക് കയറ്റി വെച്ചിരിക്കുക. അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ഓ മൈ ഗോഡ്, നീ ആർക്കും കൊടുത്തില്ലേ അത്? ബാഡ് ബോയ്. പിന്നെ ഇത് ഗ്രില്ല് ചെയ്യാനൊരു സ്പോട്ട് ഉണ്ട്. ദിസ് വാസ് ദി സ്പോട്ട് ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. മറ്റേ സ്വീറ്റ് സ്പോട്ട്, നമുക്ക് ഇവിടെ ഇരുന്ന് കൊണടിക്കാനുള്ള സ്പോട്ടാണ്. ഇത് കുടുങ്ങുന്നുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, ഇവിടെ കുഞ്ഞു പിള്ളേർക്ക് കളിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വള്ളികൾ ഇരുന്ന് വാങ്ങുക എന്നുള്ളത് അവളുടെ ഒരു നമ്മള് വഴിക്കൂടെ പോണ വള്ളിയൊക്കെ പിടിക്കണം ഗൈസ്. എന്നാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ച് ആലോചിക്കുമ്പോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. ഇതിപ്പോ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ നമുക്കിത് എന്താവും എന്ന് കണ്ടറിയാം. കഴിഞ്ഞ ആഴ്ച വീണതിന്റെ പാടുകൾ മാറാതെ അടുത്ത പാടിലേക്ക് കടക്കുകയാണ്. See, these are my life stories.
അവൾ ഇത്ര കഷ്ടപ്പെട്ട് പോകുന്നത് ആ പിള്ളേരെ പാർക്കിൽ കളിക്കാനാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. I am still a kid. You Amma, look like are you still a kid? Yes. Yes, we are all kids in our hearts. Yeah. സക്സസ്ഫുള്ളി നമ്മൾ എത്തിയിരിക്കുന്നു. അവൾ ആ ടക്കി കയറാനുള്ള ഓട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഴാതെ അവൾ താഴെ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചിന്ന എക്സ്പീരിയൻസ്? നൈസ്. കൊള്ളാം. നമുക്ക് വിക്ടറി കാണിക്കാം. ഇരിക്കാണ്. ഇനി അടുത്തതായിട്ട് അമ്മായി കൂടി അതിൽ കയറാനുള്ളൂ. ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഡേ ഔട്ട് ചെയ്യണം, ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. കണ്ടോ, ഈ ചെറിയ ഹട്ട് പുറമെന്ന് കാണാൻ രസമുണ്ട്, ഇൻസൈഡ് നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ഫീലുമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് നല്ല പ്രൈവസി ഉണ്ട്. ഇപ്പോൾ ഈവൻ ഇവിടെ ആളുകളൊക്കെ ഉണ്ടായിട്ടും ഹട്ടിലൊക്കെ ആളുകളുണ്ട്, എന്നിട്ട് പോലും നമുക്ക് നല്ല പ്രൈവസി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കാന്തല്ലൂരുള്ള ഈ ഫുഡ് ഫോറസ്റ്റിൽ വരാൻ താമസിക്കാൻ എൻജോയ് ചെയ്യാം. ഇച്ചു നമ്മുടെ ട്രിപ്പിന് വരാൻ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചാച്ചിയുടെ കൂടെ കളിക്കാൻ ഈ ക്രിക്കറ്റിന്റെ സെറ്റ് ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയാം. ചാച്ചിന് ഇഷ്ടമായോ? കുക്കു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ചെക്കന് വളരെ ഇഷ്ടപ്പെട്ടു എന്നാണെന്നാണ് ഞങ്ങളുടെ നിഗമനം. ചാച്ചു റൺ എന്ന് പറയുമ്പോ ഓടണം. കാലോട്ടും വേണമെങ്കിൽ അടിക്കാം. ഗൈസ്, ഇനി ബൂമറ മാറി സച്ചിൻ ടെണ്ടുൽക്കർ ആവുമ്പോൾ അല്ല ഞാൻ ധോണിയുടെ ആളാ. സ്ഥിരമായിട്ടൊരു വ്യക്തിത്വം ഇല്ലാത്തവളാണ്. ഈ ക്രിക്കറ്റ് The next day. ഹലോ. ഹായ്. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഡാൻസ് കളിച്ച് നൈറ്റ് ഫുള്ള് വൈബായിരുന്നു ഗൈസ് എല്ലാവരും. അതെ. പിന്നെ നമ്മൾ ചിക്കൻ ചുട്ടു, കോഴീനെ പൊരിച്ചു. ചിക്കൻ ചുട്ടതും കോഴീനെ ചിക്കൻ പൊരിച്ച് തിന്നു. അതെ, ബാർബിക്യൂ ചെയ്തു. ഞങ്ങളെല്ലാ ചേച്ചിമാർ ചെയ്ത നീറ്റായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്, ഈ റിസോർട്ടിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇനി നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ റിസോർട്ടിലോട്ട് നമ്മൾ പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫുഡ് ഫോറസ്റ്റ് റൂം എടുക്കുക, താമസിക്കുക, എൻജോയ് ചെയ്യുക. അത്രയാണ്. ബൈ.